സംസ്ഥാനത്തെ കർഷകർക്കും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്കെല്ലാം ലഭിക്കുന്ന 2000 രൂപ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ജനപ്രിയ പദ്ധതിയുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതിയിൽ 18 ഗഡുകളിലൂടെ 36,000 രൂപയാണ് നമുക്ക് സൗജന്യമായിട്ട് ഇത് നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത ഗഡു 19ാമത്തെ ഗഡു വിതരണത്തിൻ്റെ സമയമാണ് ഈ ഡിസംബർ മാസം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഡിസംബറിൽ തന്നെ തുക എത്തിച്ചേരില്ല എന്നാണ് നിലവിൽ ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യവും വിതരണം നടത്തിയത് വിതരണ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള മാസത്തിലാണ്. അങ്ങനെ വരുമ്പോൾ 2025 മാർച്ച് മാസം വരെയാണ് ഈ സമയത്ത് 19ാമത്തെ ഗഡു വിതരണത്തിൻ്റെ ഒരു കാലാവധി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനുകൂല്യം ലഭിക്കുക ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിരിക്കും. കേന്ദ്ര സർക്കാർ ഇതിൻ്റെ വിതരണത്തെ, അതായത് ഇതിൻ്റെ തീയതി സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിൽ ഇലക്ട്രോണിക് KYC പൂർത്തീകരിക്കുന്നവർക്കാണ് ഇപ്പോൾ 2000 രൂപ സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2000 രൂപ ലഭിക്കുന്ന പലർക്കും ആനുകൂല്യം മുടങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ഇലക്ട്രോണിക് KYC അത് റിജക്റ്റ് ആവുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന ഇലക്ട്രോണിക് KYC ചിലർക്ക് പരാജയപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ അപേക്ഷ തള്ളുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അപേക്ഷ വെച്ച കർഷകരെല്ലാം അവരുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് ഇതൊന്ന് റീവെരിഫൈ ചെയ്യണം. ഇലക്ട്രോണിക് KYC ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ KYC ഡൺ എന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതില്ല എങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആ സമയത്ത് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ്ങിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതായിട്ട് ഒരു പുതിയ അറിയിപ്പ് ആ സമയത്ത് കാണാൻ സാധിക്കും. അങ്ങനെ അറിയിപ്പ് വരുന്നവർ എത്രയും വേഗം കോമൺ സർവീസ് സെൻ്ററുകളിലോ അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തിച്ചേർന്ന ഇലക്ട്രോണിക് KYC വീണ്ടും പൂർത്തീകരിക്കേണ്ടതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ റീവെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് റിജക്ഷൻ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഓരോ ഗഡുവും വിതരണം ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരില്ല. എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതാണ്, പക്ഷേ തുക ലഭിക്കുന്നില്ല എന്ന് പറയുന്നവർ ഈ കാര്യം ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ലാൻഡ് സീഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയവർക്ക് മറ്റ് ക്രമീകരണങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുടങ്ങാത്ത തുക എത്തിച്ചേരുന്നതാണ്. പക്ഷേ ആ ഒരു സമയത്ത് വരുന്ന ഇത്തരം ഒരു പിഴവ്, അതായത് ഇലക്ട്രോണിക് KYC ആദ്യം പൂർത്തീകരിച്ചിട്ടും ചിലത് പിന്നീട് 2-3 ഇൻസ്റ്റാൾമെൻറ്റുകളൊക്കെ അക്കൗണ്ടിലേക്ക് ലഭിച്ചു കഴിയുമ്പോൾ റിജക്ഷൻ വരുന്നത് ചില പരിശോധനയുടെ ഒക്കെ ഭാഗമായിട്ടാവാം. അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയുള്ളവർ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലെത്തി ഇലക്ട്രോണിക് KYC ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. 19ാമത്തെ ഗഡു 2000, ഇനി അതോടൊപ്പം തന്നെ തുടർന്ന് ഓരോ മാസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഈ ആനുകൂല്യത്തിൻ്റെ തോത് ചിലപ്പോൾ വർദ്ധിപ്പിച്ചൊക്കെ വിതരണം ചെയ്യും. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ തുകയൊക്കെ ചിലപ്പോൾ ലഭിച്ചേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ജനക്ഷേമകരമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ അത് ലഭിക്കുന്നത് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ള കൃത്യതയാർന്ന ഡോക്യുമെൻറ്റുകളുള്ള ഗുണഭോക്താക്കൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ നിന്ന് പുറത്താവാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഈ പറയുന്ന രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ ഈ ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന KCC ലോണിനെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചാനൽ വഴി അറിയിച്ചിരുന്നു. 3 ലക്ഷം രൂപ വരെയാണ് പരമാവധി വായ്പ ലഭിക്കുന്നത്. ഈട് നൽകി 3 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ഈടില്ല എങ്കിൽ നമുക്ക് 1,60,000 മുൻപ് ലഭിച്ചിരുന്നത്. ഇത് 2025 ജനുവരി മാസം മുതൽ 2 ലക്ഷമാക്കി ഉയർത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.